ഹരേ കൃഷ്ണ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ കണ്ടു പഠിക്കും, ചില ആൾക്കാർ കൊണ്ട് പഠിക്കും, ചില ആൾക്കാർ എത്ര കൊണ്ടാലും പഠിക്കില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു കുതിരയെ നമുക്ക് തടാകം വരെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ നിർബന്ധപൂർവം അതിനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ തീരുമാനമാണ്, അതിന് ചെയ്യേണ്ടി വരും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു ഉറങ്ങുന്ന വ്യക്തിയെ നമുക്ക് ഉണർത്താൻ പറ്റും, പക്ഷേ ഉറക്കം അഭിനയിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യവും നാമജപശീലത്തിൻ്റെയും പ്രാധാന്യവും ഒക്കെ നമ്മുടെ ആചാര്യന്മാർ പല രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇല്ലാത്ത പക്ഷം എന്തൊക്കെ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, എങ്ങനത്തെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ആർക്കാണ് തോൽവി? നമുക്ക് തന്നെയാണ്, അല്ലേ? കേരളത്തിൽ ഇപ്പോൾ ആൾക്കാർ പൊതുവെ ഭൗതിക രീതിയിലങ്ങ് മുഴുങ്ങിയിരിക്കുകയാണ്. പൈസ എന്ന് പറഞ്ഞ ഉള്ള ഒരു കാര്യത്തിൻ്റെ പുറകെ അങ്ങ് വല്ലാത്ത ഒരു ഓട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രശ്നങ്ങളിലും കുടുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ദൈവവിശ്വാസവും ഈ കാര്യങ്ങൾ നാമജപവും ഒന്നും ഇല്ലാത്ത കാരണം അവർക്ക് ശരിയായ ഒരു പരിഹാരം, ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ ശരിയായ ഒരു പരിഹാരമില്ലാത്ത കാരണം പലപ്പോഴും നിരാശ ഉണ്ടാവുകയും ഡിപ്രഷൻ ഉണ്ടാവുകയും ഭ്രാന്തുണ്ടാവുകയും, പിന്നെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ആത്മഹത്യ, ഏകദേശം 30 പേര് ആത്മഹത്യ ചെയ്യുന്നു എന്നും തന്നെ കേരളത്തിൽ. അപ്പോൾ ഇത് ഹരേ കൃഷ്ണ മഹാമന്ത്രം നിത്യമായിട്ടും എന്നും മുടങ്ങാതെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. ദുഃഖകരമായ സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. തടസ്സങ്ങളും നിരാശയും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ശാസ്ത്രപഠനം, ഭഗവത്ഗീത, ഭാഗവതം നിത്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി, സത്സംഗത്തിൽ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി, പിന്നെ ഭക്തിയുത സേവനം, ഭഗവാന്റെ ഏതെങ്കിലും രീതിയിൽ ഭക്തിയുത സേവനം നൽകുന്ന ഒരു വ്യക്തിക്ക്, 16 മാല ജപിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വിജയം ജീവിതത്തിൽ ഉണ്ടാവും. സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ അവർക്ക് ജീവിതം നയിക്കാം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു സീരീസ് അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. രാധേ രാധേ.